നമ്മൾ എയിംസ് കോതമംഗലത്ത് ടെസർ സാരീസ് ആദ്യം മെയിൻലി നമ്മൾ ഓൺലൈൻ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാരുടെ പോപ്പുലർ ഡിമാൻഡ് കാരണവും ആൾക്കാർക്ക് അത് വന്ന് കണ്ട് ഫീൽ ചെയ്ത് മേടിക്കണം എന്നൊരു ഡിമാൻഡ് പറഞ്ഞപ്പോഴാണ് ടെസർ സെക്ഷൻ നമ്മൾ ഇത്രയും എക്സ്പാൻഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ഇത്രയും ഏരിയ തന്നെ നമുക്ക് പല വെറൈറ്റി ഓഫ് ടെസർ സാരീസാണ് നമുക്കിവിടെ നോർമലി. കാരണം ടെസർ സാരീസ് ഒരു പ്രീമിയം സാരീസ് ആണല്ലോ. കോതമംഗലം മാർക്കറ്റിൽ നമ്മൾ വെക്കണോ വേണ്ടി നമ്മൾ ആദ്യം ചിന്തിച്ചു. ബട്ട് സ്റ്റിൽ നല്ലൊരു റെസ്പോൺസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു ബെറ്റർ റെസ്പോൺസ് നമുക്ക് ടെസർ സാരീസിന് കിട്ടി. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്പർ ഓഫ് ടെസർ സാരീസ് കൂട്ടി, വെറൈറ്റി ഓഫ് ടെസർ സാരീസ് കൂട്ടി. അപ്പം നമുക്ക് ടെസർ സാരീസ് ഏതൊക്കെ റേഞ്ച് മുതലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 മുതൽ 15,000 റുപ്പീസ് വരെയുള്ള ടെസർ സാരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തായിരിക്കും ടെസർ തന്നെയല്ലേ എല്ലാം? കുറേ കസ്റ്റമേഴ്സ് പറയാറുള്ള ഡൗട്ട്, ടെസർ തന്നെയല്ലേ എല്ലാം, എന്താ ഈ 1000 റുപ്പീസിന് ടെസറും 5000 റുപ്പീസിന് ടെസറും 15,000 റുപ്പീസിന് ടെസറും തമ്മിൽ വ്യത്യാസം എന്താ? അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താ വ്യത്യാസം എന്ന്. ഈ ആദ്യം രണ്ട് ഈ സാരീസാണ് പ്യുവർ ഡേസി ടെസർ സാരീസ്. ഇത് ഹാൻഡ്ലൂം ചെയ്തു വരുന്ന പ്യുവർ ഡേസി ടെസർ മെറ്റീരിയലാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ത്രെഡ് ഫുൾ ടെസർ ത്രെഡ് തന്നെയായിരിക്കും, പ്യുവർ ഡേസി ടെസർ ത്രെഡ് തന്നെയായിരിക്കും. ഇപ്പോൾ ടെസറിൻ്റെ കാര്യം പറഞ്ഞാൽ കാഞ്ചീപുരം പോലെയല്ല, കാഞ്ചീപുരത്തിനേക്കാളും ഹിസ്റ്ററിയും പഴക്കമുള്ള ഒരു ത്രെഡും മെറ്റീരിയലുമാണ് ടെസർ. ഏറ്റവും ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ത്രെഡ് ടെസറായിരുന്നാണ് പറയുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു പോയാൽ കുറേ പറയേണ്ടി വരും. അതൊന്നും കേൾക്കാൻ മിക്കവർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ടെസറിൻ്റെ ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ റഫ്നെസ് ഉണ്ടാവും ഈ മെറ്റീരിയലിൽ. ഇത് പ്യുവർ ഡേസി ടെസർ മെറ്റീരിയലാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വരുമ്പോൾ എന്തായാലും 8,000, 9,000, 10,000 മുകളിലേക്ക് റേഞ്ചുള്ള ടെസർ സാരീസ് വരും. ഇത് 8950. ഇനി ഒരു 10,000, 12,000, 13,000 റേഞ്ച്, 14,000, 15,000, 20,000 മുകളിലേക്കും ടെസർ സാരീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ വളരെ വേഗം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നമുക്ക് കടയിലേക്ക് വെക്കാനാണ് ഇനി താമസമുള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് മെറ്റീരിയൽ നമ്മളൊന്ന് ഫീൽ ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ എവിടെ പോയി ഷോപ്പ് ചെയ്താലും നമുക്ക് മനസ്സിലാവണമല്ലോ നമ്മൾ എന്താ മേടിക്കുന്നത് എന്ന് നമുക്കൊരു അറിവ് വേണം. അപ്പോൾ ഇങ്ങനെയൊന്ന് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ റഫ്നെസ് ഉണ്ടാകും പ്യുവർ ഡേസി ടെസർ മെറ്റീരിയലിന്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്തായാലും ഒരു 8,000 മുകളിലേക്ക് എപ്പോഴും വരുള്ളൂ. നമുക്കിവിടെ 8950 റേറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത്. 8,000, 10,000, 12,000 മുകളിലേക്ക് പോകും ഈ സാരീസ് നോർമലി. അതിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വരും, ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വരും, പ്രിൻറ്റഡ് വർക്ക് വരും, പല ടൈപ്പ് വർക്കുകൾ വരും നമുക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോയൽ ടെസർ സാരീസാണ്. നോയൽ ടെസർ സാരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെഫ്റ്റ് ആൻഡ് വീവ് എന്ന് പറയും. വെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ട് പോകുന്നതും ഈ ത്രെഡ് വെർട്ടിക്കലായിട്ട് പോകുന്നതും, വീവ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് വീവ് പോകുന്നതും. വെഫ്റ്റ് നോർമലി ഇതിൽ നോയൽ ടെസറും അല്ലെങ്കിൽ ഡേസി ടെസറും അല്ലെങ്കിൽ വീവ് ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ മാറി മൾബറി സിൽക്ക് വരുന്നതാണ് നമുക്ക്. മൾബറി സിൽക്ക് ആൻഡ് ഡേസി ടെസറിൻ്റെ മിക്സ് വരുന്നതാണ് നമുക്ക് നോയൽ ടെസർ സാരീസ്. നോയൽ ടെസർ സാരീസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും, സ്മൂത്ത് ഫിനിഷ് ആൻഡ് സ്മൂത്ത് ഫീൽ ആയിരിക്കും നോയൽ ടെസർ സാരീസിന് വരിക. ഇതിന് ഒരു 6,000 റേഞ്ചൊക്കെ ആയിരിക്കും നോയൽ ടെസർ സാരീസിന് വരിക. പിന്നെ നമുക്ക് വരുന്നതാണ് ബാംബൂ ടെസർ. ബാംബൂ ടെസർ എന്ന് പറയുമ്പോൾ ബാംബൂ ത്രെഡും ടെസറിൻ്റെ ത്രെഡും കൂടെ മിക്സ് ചെയ്യുന്നതാണ് ബാംബൂ ടെസർ എന്ന് പറയുന്നത്. ബാംബൂ ടെസറിൽ നോർമലി എംബ്രോയ്ഡറി വർക്കുകൾ കുറവാണ്, കുറച്ചും കൂടെ മെറ്റീരിയൽ തിൻ മെറ്റീരിയലും ആയിരിക്കും, അതേസമയം സിൽക്കിയും ആയിരിക്കും ബാംബൂ ടെസർ എന്ന് പറയുമ്പോൾ. ഇതൊക്കെ ഒരു 3,000 to 5,000 റേഞ്ചിലായിരിക്കും ബാംബൂ ടെസർ മെറ്റീരിയൽ വരിക. പിന്നെ നമുക്ക് വരുന്നതാണ് സെമി സിൽക്ക് ടെസർ ലുക്ക് അല്ലെങ്കിൽ ടെസർ ഫീൽ സാരീസ്. ഇതിൽ ടെസറിൻ്റെ ത്രെഡ് ഒരംശം പോലും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ടെസറിൻ്റെ ആ ഫീൽ കണ്ടോ. ഡേസി ടെസർ സാരി ഞാൻ കാണിച്ചില്ലേ, ഈ ഡേസി ടെസർ സാരിയിൽ ഹാൻഡ് വൂമണായി വരുന്നതുകൊണ്ട് നമുക്ക് ഈ കണ്ടോ ഗ്രൂവ്സ് ഒക്കെ ഇങ്ങനെ വരും. ഗ്രൂവ്സ് മിക്കപ്പോഴും വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവരും പ്രത്യേകിച്ച് കേൾക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഈ കൊക്കൂൺ, നമ്മൾ ഈ ഓരോ സിൽക്കിൻ്റെ കൊക്കൂൺ ഉണ്ടല്ലോ, ഈ കൊക്കൂൺ മൾബറി സിൽക്ക് സോദ ഈ കൊക്കൂൺ ബേൺ ചെയ്ത് ഉള്ളിയിരിക്കുന്ന ആ വേമിനെ കൊന്നിട്ടാണ് നമ്മൾ കൊക്കൂൺ എടുക്കുന്നത്, കൊക്കൂണിലെ സിൽക്ക് എടുക്കുന്നത്. ടെസറിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ടെസറിലും അല്ല, മിക്ക ടെസറിലും ഈ കൊക്കൂൺ പൊട്ടിച്ച് മുഖത്ത് പുറത്തേക്ക് പോകും. ആ പൊട്ടിച്ച് പോയ ഭാഗം ഒരു ഡാർക്കർ കോട്ടിങ് വരും. ചിലപ്പോൾ ആ ഡാർക്കർ കോട്ടിങ് വരുന്ന ഭാഗമൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് ലൈൻസ് ആയിട്ട് ഹാൻഡ്ലൂം പ്യുവർ ഡേസി ടെസർ സാരീസിൽ കാണുക. ഇങ്ങനെയൊരു ഗ്രൂവി ലൈൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഡേസി ടെസർ ആയിരിക്കില്ല. ഈ ഗ്രൂവി ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഹാൻഡ്ലൂം ഡേസി ടെസർ ആകുള്ളൂ ആ മെറ്റീരിയൽ. ആ ഒരു ലുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെമി സിൽക്കിൽ കണ്ടോ, ഇവർക്ക് ഇങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സെമി സിൽക്ക് ത്രെഡ് എന്ന് പറഞ്ഞാൽ നോർമൽ പ്ലെയിൻ ത്രെഡാണ്. മനഃപൂർവ്വം ഡേസി ടെസറിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. ഡേസി ടെസറിൻ്റെ ലുക്ക് വരും, പക്ഷേ നമുക്ക് 2,000 റേഞ്ചൊക്കെയാണ് ഈ സാരീസിന് റേറ്റ് വരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സെമി ടെസർ. സെമി ടെസർ എന്ന് പറയുമ്പോഴും ഫുള്ളി സിന്തറ്റിക് മെറ്റീരിയലാണ്. കണ്ടോ, സെമി ടെസർ സാരീസ് തിൻ മെറ്റീരിയലായിരിക്കും, സിൽക്കി മെറ്റീരിയലായിരിക്കും, പക്ഷേ ടെസറിൻ്റെ ഒരു ഫിനിഷ് വരും. ഇതിൽ ടെസറിൻ്റെ ഒരു അംശം ത്രെഡ് പോലും ഇല്ല. ഇതിനൊക്കെ
990, 1500 ആ റേഞ്ചിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ടസറിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ട്, ഇതിനേക്കാളും വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആ വെറൈറ്റീസ് നമ്മുടെ കടയിൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ടസറിൻ്റെ ഈ ഡൗട്ട് ചോദിച്ച് കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. എന്ന് കസ്റ്റമർ ഇതിൻ്റെ ടസറല്ലേ എന്താ വ്യത്യാസം? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് എനിക്കൊരു വീഡിയോ ഇടണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നാണത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം ഷോപ്പ് ചെയ്യാൻ വരുമ്പോൾ മെറ്റീരിയൽ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക, ഫീൽ ചെയ്ത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ഇൻഫോംഡ് കസ്റ്റമറായി മാറും. നമുക്ക് ക്ലിയർലി മനസ്സിലാവും നമ്മൾ എന്താ മേടിക്കുന്നത്, എന്താണ് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് ത്രെഡിൻ്റെ, അതെല്ലാം നമ്മൾ ഇൻഫോംഡ് ആയിരിക്കണം. ഓക്കെ.